ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ബ്യൂട്ടിഫുൾ വ്ളോഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സയൻസ് സബ്ജക്റ്റ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, സയൻസിൽ നമുക്ക് എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം, ഇങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സയൻസ് സ്ട്രീം എടുത്തിട്ടുള്ള കുട്ടികൾ അതൊന്ന് കണ്ടു നോക്കണം, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവും. ഇന്ന് നമ്മൾ കൊമേഴ്സ് എടുത്തിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കൊരു ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പൊ പുതുതായിട്ട് കൊമേഴ്സ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ കൊമേഴ്സ് എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഭയങ്കര ടെൻഷൻ അല്ലേ. ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ സയൻസ് പ്രതീക്ഷിച്ചിട്ട് സയൻസിന് അഡ്മിഷൻ കിട്ടാതെ കൊമേഴ്സിന് അഡ്മിഷൻ എടുക്കേണ്ടി വന്നിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അല്ലേ. എടാ, നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ്. ഇതുവരെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈവൻ എക്കണോമിക്സിൽ ബന്ധപ്പെട്ട ചില പോർഷൻസുകൾ നിങ്ങൾ +10 സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ടാകും, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ സബ്ജക്റ്റിനെ പറ്റി പഠിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം 1ാം ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ LKG ABCD ഒക്കെ എങ്ങനെയാണോ പഠിച്ചത്, ആദ്യമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളില്ലേ, അതേപോലെ കൊമേഴ്സ് +1 കയറുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഒരു കുട്ടി ABCD പഠിച്ച പോലെ കൊമേഴ്സിന്റെ ABCD ആയിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇനി കൊമേഴ്സിലെ കോർ സബ്ജക്റ്റുകളായിട്ട് വരുന്ന ഏതൊക്കെയാ? അക്കൗണ്ടൻസി വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്, ബിസിനസ് സ്റ്റഡീസ് വരുന്നുണ്ട് അല്ലേ. അതാണ് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ചില ഓപ്ഷണൽ സബ്ജക്റ്റുകൾ, ചില സ്കൂളിൽ സ്റ്റാറ്റ് ആയിരിക്കും, ചില സ്കൂളിൽ പൊളിറ്റിക്കൽ സയൻസ്, ചില സ്കൂളിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇങ്ങനെ ചില ഓപ്ഷണൽ സബ്ജക്റ്റുകൾ വരും. പിന്നെ അത് കൂടാണ്ട് എന്ത് വരും, നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് വരും, ഇംഗ്ലീഷ് വരും. ഓക്കെ, ഇത്രയും സബ്ജക്റ്റാണ് നമുക്ക് മെയിൻലി വരുന്നത്. ഇനി അക്കൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ എന്താ, അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് അതൊരു പ്രോബ്ലം പേപ്പറാണ് അല്ലേ. പ്രോബ്ലംസ് ആണ് കൂടുതൽ നമുക്ക് അതിൽ വരുന്നത്. ഇനി എക്കണോമിക്സിലേക്ക് വരുമ്പോൾ പ്രോബ്ലംസും ഉണ്ട്, തിയറിയും ഉണ്ട്. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ പ്യുവർലി അതൊരു തിയറി പേപ്പറാണ്. തിയറി പഠിക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ ആദ്യമായിട്ടൊരു സബ്ജക്റ്റ് പഠിക്കുകയാണ്, അതിൽ ഒത്തിരി കാര്യങ്ങൾ, ചില കുട്ടികൾ ഇതുമായി തുടർന്ന് അല്ലേ കൊമേഴ്സ് എടുത്തിട്ട് അതേ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ചില കുട്ടികൾ ഒന്നും അറിയാതെ കൊമേഴ്സിലേക്ക് പെട്ടുപോയ വിദ്യാർത്ഥികളുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ബേസിക് ക്ലിയർ ആക്കി പോകണം. +1 നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഈ +1 ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ +2 കുറേ പ്രോബ്ലംസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വരും. ഇനി അത് കൂടാണ്ട് നമ്മളിപ്പോൾ BCom +2 കഴിഞ്ഞ് നിങ്ങൾ BCom എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ MBA എടുക്കുകയാണ്, ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ +1 +2 നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈവൻ BCom എടുക്കുന്ന വിദ്യാർത്ഥിക്ക് ആദ്യത്തെ 1-2 സെമസ്റ്ററിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ, BComലെ ഫസ്റ്റ് ചാപ്റ്ററുകളിലൊക്കെ കൂടുതലും +1 +2 നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ബേസിക് നിങ്ങൾ ക്ലിയർ ആക്കി പോകണം. അത് നിങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഇപ്പൊ ചില സ്കൂളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അക്കൗണ്ടൻസി കൂടുതലും കുട്ടികൾക്ക് അക്കൗണ്ടൻസിയാണ് കുറച്ച് ടഫായിട്ട് വരുന്നത്. ചില സ്കൂളിൽ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മനസ്സിലായിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ വീട്ടിൽ വരിക, നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അത് നോക്കി നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി കഴിയും. പിന്നെ പൊതുവെ നമുക്ക് സ്കൂളിൽ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ സ്കൂളിൽ ചെയ്യിപ്പിക്കുന്ന കണക്കുകളൊക്കെ തന്നെ, പ്രോബ്ലംസ് ഒക്കെ തന്നെ അതുപോലെ എക്സാംസിനും ചോദിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഒരു ടെൻഷനൊക്കെ എടുത്ത് മാറ്റുക, വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മൾ പഠിക്കുക. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. സോ നമുക്ക് വളരെ ഇൻട്രസ്റ്റോടെ നമ്മളൊരു ഇൻട്രസ്റ്റ് കാണിക്കണം, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ആ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന രീതിയിലായിരിക്കണം. സോ ബ്രെയിൻ പതിയെ 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 ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്ത് വെക്കും. ഓക്കെ, സയൻസിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു, നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠിക്കണം. ഇതേപോലെ തന്നെയാണ് നമ്മൾ കൊമേഴ്സ് പഠിച്ചാലും ഹ്യൂമാനിറ്റീസ് ആയാലും നിങ്ങളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം. ആ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യണം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. സോ ആ ഒരു ലെവലിൽ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പൊതുവെ ഞാൻ പറഞ്ഞാൽ അക്കൗണ്ടൻസി ആയിരിക്കും കുറച്ച് കുട്ടികൾക്ക് ടഫായിട്ട് വരുന്നത്. സ്കൂളിൽ ചിലപ്പോൾ നന്നായിട്ട് പഠിപ്പിക്കും, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിറയെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതെല്ലാം കണ്ട് നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുമ്പോൾ അതെന്താ, കൂടുതൽ തിയറി പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ പോയിന്റ് വൈസ് പഠിക്കുക, പോയിന്റ് ആയിട്ട് പഠിക്കുക, പിന്നെ അതിനൊരു 1 or 2 എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ സെൽഫായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കൂടി കഴിയും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. തിയറി പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ അതേ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ്സിന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും.
എക്കണോമിക്സ് ഒക്കെ സബ്ജക്ട് ഇതുപോലെ നിങ്ങൾക്ക് ലേബറിന്റെ ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ അടങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് ലേബറിന്റെ നോട്ട്സുകളൊക്കെ കിട്ടും. അതങ്ങോട്ട് വാങ്ങിച്ചു വെക്കുക, പഠിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് കൺഫ്യൂഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ +1 +2 ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് ബേസിക് ആണ്. നിങ്ങൾ അതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വിചാരിക്കാതെ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ ബേസിസ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ബികോമിലേക്ക് കടക്കുകയാണ്. ബികോമിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരും കാണത്തില്ല. സോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെബിറ്റ്, ക്രെഡിറ്റ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ്, ജേർണൽസുകൾ, ഇതൊക്കെ നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? +1 +2 സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് പഠിക്കുന്നത്. സോ ഇതെല്ലാം നമ്മൾ പക്കയായിട്ട് പോകണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുക. ഡൗട്ട്സുകൾ ഒന്നും വെക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂട്യൂബിലൊക്കെ ഒത്തിരി ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ അല്ലേ? അത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. സോ ഇതാണ് കൊമേഴ്സിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി എപ്പോഴും നമ്മൾ എല്ലാ വീഡിയോയിലും മെയിൻ ആയിട്ട് പറയുന്ന കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, മാർക്ക് മേടിക്കുന്ന കുട്ടികളൊക്കെ അവർ തലേദിവസം പഠിക്കുന്ന കുട്ടികളല്ല. നല്ലപോലെ ഡെയിലി വർക്ക് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് റിവിഷൻ നടത്തുന്ന കുട്ടികളാണ്. സോ അങ്ങനെ ഒരു കുട്ടിയെ വെച്ചിട്ട് തലേദിവസം പഠിക്കുന്ന നമ്മളെ കമ്പയർ ചെയ്യരുത്. നമ്മൾ അതുപോലെ വർക്ക് ചെയ്താലടാ പതിയെ 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 നമ്മൾ ആ ട്രാക്കിലേക്ക് എത്തും. നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 10th വരെ പഠിച്ചതുപോലെയല്ല 10th കഴിഞ്ഞു. 10th നമുക്ക് ഈ പറഞ്ഞ പോലെ അവസാനത്തെ ഒരു 3 മാസം പഠിച്ചാലും നിങ്ങൾക്ക് ഫുൾ A+ലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ +1 +2 അങ്ങനെയല്ല. നല്ല രീതിയിൽ എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ടാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സോ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന, നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. ബൈ ബൈ.